അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്, ഫ്രൈഡേ ലഞ്ച് വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ തലശ്ശേരി മാഹിക്കാരുടെ തേങ്ങച്ചോറും അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയതുമാണ്. ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് എന്ന് പറയാം. അപ്പോൾ തേങ്ങച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം മാഹി തലശ്ശേരിക്കാരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് തേങ്ങച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കുറേ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് മാറ്റം ഉണ്ടാവും. പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു തേങ്ങച്ചോറാണ്. പിന്നെ കാണിക്കാത്തൊരു റെസിപ്പിയാണ് ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ വരട്ടിയതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോളം ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് കറിക്ക് എന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പം ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തത്. നമുക്ക് വേണമെങ്കിൽ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഉരുളിയോ ഒക്കെ എടുക്കാം. ചട്ടി ഇപ്പം നന്നായി ചൂടായി വന്നപ്പം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കാം കേട്ടോ. ഈ ഒരു ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് എന്ന് പറയുമ്പം ചിക്കനിൽ പിടിച്ച് നിൽക്കുന്ന ആ ഒരു ഗ്രേവി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഗ്രേവി ആയിട്ട് ഉള്ളൊരു കറിയല്ല ഇത്. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2-3 ഏലക്കായ പൊടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയോ അങ്ങ് പൊളിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽ മുളക് ഞാനിപ്പോൾ ഇവിടെ സാധാ മുളകാണ് എടുത്തത്. അതുകൊണ്ടൊരു 10 എണ്ണമൊക്കെ എടുത്താൽ മതി. എരിവുണ്ടാവുമല്ലോ സാധാ മുളകിന്. കാശ്മീരി ആണെങ്കിൽ ഒരു 10 മുതൽ 15 വരെ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇത് ഈ ഒരു കൂട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നന്നായി വഴറ്റിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ടാണ് പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഈ ഉള്ളിയൊന്നും അരിഞ്ഞെടുക്കണം എന്നില്ല. മാത്രമല്ല അതിൻ്റെ ആ ഒരു സൈസും നമ്മൾ നോക്കണ്ട. എന്തായാലും വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുമല്ലോ. അപ്പം നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഇതല്ലാണ്ട് തന്നെ എല്ലാം നുറുക്കി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താലും അങ്ങനെയും കറി ഉണ്ടാക്കാം. ഞാനിപ്പം അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്, ആ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത്. അരക്കാണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ചിക്കൻ ഇതിലിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള അത്യാവശ്യം അങ്ങ് സോഫ്റ്റ് ആയിട്ടുണ്ട്. വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരും, നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് മൂത്ത് വന്നൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നങ്ങ് സൈഡിലേക്ക് നീക്കിയിട്ട് ആ എണ്ണയിലേക്ക് ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി മൂപ്പിച്ചെടുക്കാം. വലിയ ജീരകം ആദ്യമേ അങ്ങ് ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഒരുപാട് അങ്ങ് മൂത്ത് കരിഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് അരച്ചിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. അപ്പോൾ അരക്കുമ്പം വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ട് നെയ്യൊക്കെ ഊറ്റിയെടുത്തിട്ട് വേണം ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഞാനിപ്പം ഫ്ലെയിം വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ നന്നായിട്ടിപ്പം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ചൂടായി വന്നാൽ ഈ ഒരു പേസ്റ്റും കൂടെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നപ്പം ഞാൻ ഈ ഒരു പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണയിൽ നന്നായി അങ്ങ് യോജിപ്പിച്ചെടുക്കണം. എണ്ണയും ആ ഒരു മസാലക്കൂട്ടും നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു മണമൊക്കെ വരും. അതുവരെ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നത് വരെയും ഇതങ്ങ് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ആ ഒരു മസാലയിൽ അങ്ങ് പിടിച്ചിട്ടുണ്ട്. ഇനി നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം.
പിന്നെ ഈ ഒരു ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വരട്ടിയത് എന്ന് പറയുന്നത് ചിക്കനിൽ ആ ഒരു മസാല പൊതിഞ്ഞ് നിൽക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് ഗ്രേവി ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിയിൽ എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാനൊന്നും പറ്റില്ല, ആ ഒരു ഡ്രൈ ആയിട്ട് കിട്ടണ്ടേ. അപ്പം വെള്ളം ഒഴിക്കണ്ട, അതുകൊണ്ട് ഞാൻ മിക്സി നന്നായിട്ട് വടിച്ചിട്ട് കൈകൊണ്ട് തന്നെ വടിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മസാലകളൊക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് ആ എണ്ണയിലിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മണമൊക്കെ വരും, കുറച്ച് അത്യാവശ്യം കളറൊന്ന് മാറി വരും, അതുവരെ എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഒരു 1-2 മിനിറ്റ് ഞാനിപ്പോൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്, നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലീൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാനിപ്പം സാധാ മുളക് എടുത്തതുകൊണ്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തത്. അതല്ലെങ്കിൽ ആ ഒരു വറ്റൽമുളക് കാശ്മീരി റെഡ് ചില്ലി തന്നെ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ നേരത്തെ, അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് വഴറ്റി മിക്സ് ആക്കിയെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇപ്പം അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് അങ്ങിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ നമുക്ക് തനിയായിട്ടുള്ള പീസ്, എല്ലാം കൊട്ടൊന്നും ഇല്ലാത്ത പീസ് അങ്ങനെയും ചേർക്കാം. ഞാനിപ്പം എല്ലാം കൊട്ടോട് കൂടിയിട്ട് കറിക്കെന്ന പോലെ അരിഞ്ഞിട്ടുള്ള ആ ഒരു പീസാണ് ചേർത്ത് കൊടുത്തത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അങ്ങനെ ഞാനിപ്പം ചിക്കൻ പീസസ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മസാല ഈ ചിക്കനിൽ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് പിടിക്കുന്നത് വരെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ചിക്കൻ എന്തായാലും കരിഞ്ഞു പോകുമോ അല്ലെ അടിയിൽ പിടിക്കുമോ എന്നുള്ള ആ ഒരു പേടി ഉണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പം ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ആദ്യം ഒന്നങ്ങനെ വേവിച്ചെടുക്കട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഒരുപാട് വേവില്ലല്ലോ, എന്തായാലും ഒരു 10-15 മിനിറ്റേ മാക്സിമം വേണ്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, എന്നിട്ട് പിന്നെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പം ആ ചിക്കൻ എന്തായാലും അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ബാക്കി അങ്ങ് വേവിച്ചെടുക്കാം. ഇതിപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ചിക്കനിന് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് എന്താ പറയുക ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് അപ്പാടെ അടച്ചു വെച്ചതല്ല, അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. അല്ലാണ്ടുണ്ടെങ്കിൽ ഇത് ചട്ടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത്. ഇപ്പോൾ ചിക്കൻ 1/4 ഭാഗത്തോളം വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വേവാനുണ്ട്, എന്തായാലും വലിയ വലിയ പീസല്ല, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വേവാനുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുള്ളത്, ഞാനിപ്പം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് അതും അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനി നന്നായി മിക്സാക്കിയിട്ട് ബാക്കിയുള്ള ആ ഒരു വേവും കൂടെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഇതിലേക്ക് ഇനി ഒന്ന് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/2 മുറിയോളം നാരങ്ങ നീര് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ ഒരു നാരങ്ങൻ്റെയും പിന്നെ ആ ഒരു കുരുമുളകിൻ്റെ എരിവും മസാലയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി ആയപ്പം കറി നല്ലൊരു മണമുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് ഇപ്പം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഇനി ഇത് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് പിടിക്കണമല്ലോ, ആ നാരങ്ങ നീരൊക്കെ ആ ഒരു ഗ്രേവിയിലും ചിക്കനിലൊക്കെ പിടിക്കണമല്ലോ, അതിനായിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കുക. അപ്പോൾ ചിക്കൻ ഞാനിപ്പം കുത്തി നോക്കുമ്പോൾ ഒന്നങ്ങ് വെന്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെച്ചാൽ ആ മസാലയിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങ് പിടിക്കുകയും ചെയ്യും, ബാക്കി ചിക്കൻ അങ്ങ് വേവുകയും ചെയ്യും. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിപ്പം ഈ ഒരു ചേർക്കുന്ന കാര്യം എൻ്റെ മാത്രം ഓപ്ഷണലാണ്.
ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് മാത്രം ചേർത്തതാണ്. ഒരു തക്കാളി റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. നിർബന്ധമൊന്നുമില്ല. ഇനി ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ആ സവാളയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ അങ്ങ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ചേർത്തു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ വരട്ടിയതിൻ്റെ കൂടെ ഞാനിന്ന് ലഞ്ചിന് ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങച്ചോറാണ്. അപ്പം നമ്മുടെ ഈ ഒരു മാഹി തലശ്ശേരിക്കാരുടെ തേങ്ങച്ചോറാണിത്. ചിലർക്കൊക്കെ തേങ്ങാപ്പാലിൽ വൈറ്റ് കളറിലാണ് ചോറ്, ചിലർ തേങ്ങ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചിലർ തേങ്ങ അപ്പാടെ ഇട്ടിട്ട് ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു തേങ്ങച്ചോറാണിത്, അടിപൊളിയാണ്. അപ്പം ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. കാണാത്തവർ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. എല്ലാവരും വീഡിയോ കാണണം. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു ചിക്കൻ പെരട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിക്കൻ വരട്ടിയത് എന്ന് പറയുന്നത് പൊറോട്ടൻ്റെ കൂടെയൊക്കെ തിന്നാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. ഗ്രേവി എന്ന് പറയാനില്ല, എന്നാലും ആ ഒരു ചിക്കനിൽ പിടിച്ച മസാലയൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങച്ചോറിൻ്റെ കൂടെ കുറച്ച് ഉള്ളിക്കച്ചമ്പറും അതുപോലെ നല്ല അച്ചാറും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ട് വിത്ത് തേങ്ങച്ചോർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും ഒന്നിത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു ചാനലിനുള്ള വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.